ഹലോ ഫ്രണ്ട്സ്, ആദ്യ സോജ വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് നല്ല കിടിലനായിട്ടുള്ള അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ വഴുതിരിങ്ങ മസാല ഫ്രൈ ആണ് കേട്ടോ. വഴുതിരിങ്ങയൊക്കെ ഇഷ്ടമല്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ കൂടെ ഈ ഒരു വഴുതിരിങ്ങ മസാല ഫ്രൈ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നീട് ഒരിക്കലും നമ്മൾ വഴുതിരിങ്ങ ഇഷ്ടമല്ല എന്ന് പറയില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ. അതിനായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഈ ഒരു വഴുതിരിങ്ങ മസാല ഫ്രൈ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ ഗൈസ്. അപ്പോൾ ഇതാ വഴുതിരിങ്ങ മസാല ഫ്രൈ ഉണ്ടാക്കാനായിട്ടുള്ള വഴുതിരിങ്ങ ഇത് അവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ചെടിയിൽ നിന്ന് തന്നെ പറിച്ചതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കുട്ടിച്ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത വഴുതിരിങ്ങയാണിത്. ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ പറിച്ചെടുത്തിട്ടുള്ളൂ. എന്താ കണ്ടില്ലേ. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഏത് രീതിയിലാണ് ഇത് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വഴുതിരിങ്ങ ഇതാ ഈ ഒരു ടൈപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഞെട്ടി കളഞ്ഞിട്ടില്ല. ഞെട്ടി കളയാതെ തന്നെ നടുവേ രണ്ടാക്കി കട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ വീണ്ടും ഇതാ ഇതുപോലെ കട്ടിങ്സ് കൊടുക്കണം. ഇതാ കണ്ടില്ലേ, എല്ലാം അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു വഴുതിരിങ്ങ മസാല ഫ്രൈ ഉണ്ടാക്കാനായിട്ട് കട്ട് ചെയ്യേണ്ട ഒരു രീതി ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ വീണ്ടും വഴുതിരിങ്ങ ഇവിടെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മളിവിടെ ഒരു ബൗൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് കുറച്ച് മുളക് പൊടിയാണ്. നമുക്കൊരു 2 സ്പൂണോളം മുളക് പൊടി ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പ് വേണം. അപ്പോൾ നമ്മൾ എത്ര അളവിനാണോ വഴുതിരിങ്ങ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്കിനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ചതച്ചെടുക്കാം, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു നാരങ്ങ ഉണ്ടല്ലോ, ചെറുനാരങ്ങ, അതിൻ്റെ നീരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് തിക്കാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രേവി ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ മസാല നല്ല ടൈറ്റ് ആവും. നമുക്ക് കുറച്ച് ഈ ഒരു നമ്മുടെ വഴുതിരിങ്ങയിലൊക്കെ ഒന്ന് നന്നായിട്ടിത് പറ്റി പിടിക്കുന്ന രീതിയിലാവണം. കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം വെള്ളം. ചേർക്കുമ്പോൾ അധികം കൂടി പോവാതെ ശ്രദ്ധിക്കണേ. ഈ ഒരു പാകത്തിൽ നമ്മൾ ഈ ഒരു മസാല ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതിരിങ്ങ ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കിയ മസാല നമ്മളിതാ പൂ പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതിരിങ്ങയിലോട്ട് ഫുള്ള് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ,
നന്നായിട്ട് പുരട്ടി കൊടുക്കണം കേട്ടോ. ആ ഓരോ കട്ടിങ്ങിലും അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് ആ മസാല നമ്മൾ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനൊന്ന് ഫ്രൈ ആക്കി എടുത്ത് നോക്കാം. നമ്മളിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വഴുതിരിങ്ങനെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാവരും കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണേ. എണ്ണയൊക്കെയാണ്, അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഗ്യാപ്പിനനുസരിച്ച് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ വഴുതിരിങ്ങ. അപ്പോൾ അതാ നമ്മളിവിടെ വഴുതിരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ് വൺ സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്താലോ. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വഴുതിരിങ്ങ മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഫ്രൈ ആയ വഴുതിരിങ്ങ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നമുക്ക് ബാക്കി ഫ്രൈ ചെയ്യാനുള്ള വഴുതിരിങ്ങ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വഴുതിരിങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി ഒന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ വഴുതിരിങ്ങ ഇതാ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സൈഡും കൂടി ആയതിനു ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വഴുതിരിങ്ങ മസാല ഫ്രൈ നമ്മളിവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. വഴുതിരിങ്ങയൊക്കെ നമ്മൾ ഇഷ്ടമല്ലാത്ത ആളുകൾ കൂടി ഉണ്ടല്ലോ. ഇതൊരു തവണ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വഴുതിരിങ്ങ ഇഷ്ടമല്ല എന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. അത്രയ്ക്ക് വെറൈറ്റി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.